അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അദബ് കേടാവുമെന്ന് അറിയില്ല. വെറുതെ ഒന്ന് എഴുന്നേറ്റിരുന്നാലോ? നല്ലതല്ലേ? ഇജ്ലിസ്. നമ്മൾ ഒന്നുകൂടി ദർസെ ഖുർആൻ ക്ലാസ് റൂമിൽ പ്രവേശിക്കുകയാണ്. ഒടുവിലായിട്ട് ഉസ്താദും കുട്ടികളുമായിട്ട്. അതുകൊണ്ട് കയ്യിൽ ഫോണുള്ളവർ സൂറത്തുന്നാസ് കയ്യിലെടുക്കുക, മനസ്സിലേക്ക് കൊണ്ടുവരിക. അൽഹംദുലില്ലാഹ് الذي أنزل على عبده الكتاب ولم يجعل له عوجا. الحمد لله الذي بنعمته تتم الصالحات. وصلى الله على محمد وعلى آله وصحبه أجمعين. സ്നേഹമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആയാത്ത് ദർസെ ഖുർആൻ, ഖുർആൻ ആശയ പഠന ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി ഒടുവിലായി എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ മഹാസംഗമത്തെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഖത്മുൽ ഖുർആൻ, ഖുർആൻ ഒരാവർത്തി പഠനം പൂർത്തിയാക്കിയ ഒടുവിലത്തെ ക്ലാസ്സാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്. സൂറത്തുന്നാസ് വിശുദ്ധ ഖുർആനിലെ 114-ാമത്തെ അധ്യായമാണ് നമുക്ക് പഠിക്കേണ്ടത്. ആമുഖമായിട്ട് നമുക്ക് തുടക്കവും ഒടുക്കവും ഒന്നിച്ചൊന്ന് പാരായണം ചെയ്താലോ? സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുന്നാസ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലിക് യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലിൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് الذي يوسوس في صدور الناس من الجنة والناس. صدق الله العظيم. സൂറത്തുന്നാസ് വിശുദ്ധ ഖുർആനിലെ 114-ാമത്തെ അധ്യായമാണ്. അവതരണക്രമം അനുസരിച്ച് സൂറത്തുന്നാസ് 21-ാമത്തെ അധ്യായമായിട്ടാണ് ഗണിക്കപ്പെടുന്നത്. ആകെ സൂക്തങ്ങൾ 6. സൂറത്തുന്നാസിൻ്റെ ഒരു പ്രത്യേകത, ഈ സൂറയിൽ ആകെ 9 നൂനുകൾ വരുന്നുണ്ട്. സൂറത്തു നൂനാണ് എന്ന് പറയാം. 6 സൂക്തങ്ങളിൽ 7
ഷദ്ദുള്ള നൂനുകളുണ്ട്. മണിച്ച് ഉച്ചരിക്കേണ്ട 7 നൂനുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ സൂറയുടെ പേര് അന്നാസ്, മനുഷ്യർ എന്നാണ്. അന്നാസ് എന്ന പദം ഈ സൂറയിൽ 6 സൂക്തങ്ങളുള്ള ഈ സൂറയിൽ എത്ര തവണയുണ്ട്? 5 തവണ ആവർത്തിച്ചു വരുന്നതായിട്ട് കാണാം. മനുഷ്യരോടാണല്ലോ ഖുർആൻ സംവദിക്കുന്നത്. അതിനാൽ ഒടുവിലായിട്ട് മനുഷ്യനെ അള്ളാഹു 5 തവണ അഭിസംബോധന ചെയ്യുന്നു എന്ന് പറയാം. മറ്റൊരു പ്രത്യേകത, അവസാന സൂക്തത്തിലെ അവസാന പദത്തിലും സൂറയുടെ നാമം വരുന്നു എന്നതാണ്. അൽ മാഊൻ, അൽ മസദ്, ഈ 2 അധ്യായങ്ങളും അവസാനിക്കുന്നത് ഇതേപോലെയാണ്, അവയുടെ നാമം കൊണ്ട് തന്നെയാണ് എന്ന് മനസ്സിലാക്കാം. മനുഷ്യൻ എന്ന പേരുള്ള വേറെ വല്ല സൂറയുണ്ടോ ഖുർആനിൽ? ഉണ്ടോ? ഒരു സൂറ കൂടി ഉണ്ട് അല്ലേ? ആ സൂറത്തുൽ ഇൻസാൻ ആണ് അത്. 76-ാമത്തെ സൂറയാണ്. സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ് ഇണകളായ സൂറകളാണ്. ഈ 2 സൂറകൾക്കും ഒന്നിച്ചുള്ള പേര് അൽ മുഅവ്വിദത്തൈൻ ആണ് എന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. സൂറത്തുൽ നാസിൻ്റെ അവതരണ കാലഘട്ടം മക്കിയാണ്, മക്കയിലെ ആദ്യ നാളുകളാണ് എന്നാണ് ഭൂരിപക്ഷ വീക്ഷണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേരെയുള്ള എതിർപ്പ് ശക്തിപ്പെട്ടുകൊണ്ടിരുന്ന ഘട്ടത്തിലാണ് ഈ സൂറ അവതരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും വിശുദ്ധ ഖുർആനിനും എതിരിൽ മനുഷ്യ പിശാചുക്കളും ജിന്നു പിശാചുക്കളും ഓടി നടന്ന് എതിർപ്രവർത്തനങ്ങൾ നടത്തി തുടങ്ങുന്ന കാലം എന്ന് നമുക്ക് പറയാം. അതേസമയത്ത് സൂറത്തുൽ ഫലഖ് നാം മനസ്സിലാക്കിയതുപോലെ മദനി കാലഘട്ടത്തിലാണ് എന്ന മറ്റൊരു വീക്ഷണവും നിലനിൽക്കുന്നുണ്ട്. എന്താണ് സൂറത്ത് അന്നാസിൻ്റെ ഉള്ളടക്കം എന്ന് ചോദിച്ചാൽ, സൂറത്തുൽ നാസ് സൂറത്തുൽ ഫലഖും ഒരേ പശ്ചാത്തലമുള്ള സൂറകളാണ്. കേന്ദ്ര വിഷയം ഒന്ന് തന്നെയാണ്. ഇണകൾ പോലെ പരസ്പര ബന്ധിതമാണ് എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അള്ളാഹുവോട് കാവൽ തേടാനുള്ള പ്രാർത്ഥന പഠിപ്പിക്കുന്ന അധ്യായമാണ് സൂറത്തുൽ ഫലഖും സൂറത്തുൽ നാസും. അൽ ഫലഖിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സൂറത്തുൽ നാസിന് ചില പ്രത്യേകതകളുണ്ട്. അതിൽ ഒന്ന്, അൽ ഫലഖിൽ പ്രാർത്ഥനയുടെ ആമുഖമായിട്ട് അള്ളാഹുവെ വിശേഷിപ്പിച്ചത് പുലരിയുടെ നാഥൻ അല്ലെങ്കിൽ സൃഷ്ടിപ്പിൻ്റെ നാഥൻ എന്നായിരുന്നു. എന്നാൽ ഇവിടെ സൂറത്തുൽ നാസിൽ അള്ളാഹുവിൻ്റെ ദൈവികമായ ഗുണങ്ങൾ എടുത്തു പറയുകയാണ് ചെയ്യുന്നത്. ചില സിഫത്തുകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥന ആരംഭിക്കുന്നത്. അപ്പം അത് അള്ളാഹുവിങ്കൽ കൂടുതൽ സ്വീകാര്യമാകും എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വളരെ സ്വാധീനം ചെലുത്തുന്ന ഒരു ശൈലിയാണ് അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള അവൻ്റെ കാരുണ്യ കടാക്ഷത്തിന് വേണ്ടിയുള്ള അങ്ങേയറ്റത്തെ ദയാവായ്പോടുകൂടിയുള്ള നിൽപ്പാണ് അത് എന്ന് കാണാം. സൂറത്തുൽ ഫലഖിൽ ചില വിപത്തുകളിൽ നിന്ന് രക്ഷ തേടാനുള്ള പ്രാർത്ഥനയായിരുന്നു. നമുക്കറിയാം, ഇരുട്ടിൻ്റെ ഉപദ്രവം, രാത്രിയുടെ ഉപദ്രവം, അതുപോലെ തന്നെ മന്ത്രവാദത്തിൻ്റെ, അതുപോലെ അസൂയാലുവിൻ്റെ ഉപദ്രവത്തിൽ നിന്നുള്ള രക്ഷ തേടലാണ്. എന്നാൽ സൂറത്തുൽ നാസ് മുഴുവനായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഏത് വിഷയത്തിലാണ്? പിശാചിലാണ് അല്ലേ? പിശാചിനെപ്പറ്റി ബോധവൽക്കരിക്കുക, അവനിൽ നിന്ന് രക്ഷ തേടാനുള്ള കഴിവ് ആർജിക്കുക എന്നതാണ് സൂറത്തുൽ നാസ് നൽകുന്ന മുഖ്യമായ ആശയം. കാരണം പിശാച് ഈ സത്യത്തിൻ്റെ, ഏകദൈവത്വത്തിൻ്റെ, നന്മയുടെ, നീതിയുടെ എക്കാലത്തെയും പ്രത്യക്ഷ ശത്രുവാണ്. അതിനാൽ അദുവ്വും മുബീൻ എന്ന് അല്ലാഹു വിശേഷിപ്പിച്ച ആ ഒരു പിശാചിനെതിരിൽ സർവ്വ ആയുധങ്ങളും ശേഖരിച്ച് നമ്മൾ രംഗത്ത് വരുന്ന സന്ദർഭമാണ് ഈ സൂറയിൽ കാണുന്നത്. സൂറത്തുൽ ഫലഖിൽ പിശാചിൻ്റെ സ്ഥിരം ഭാവമായ അസൂയ മാത്രമാണ് എടുത്തു പറയുന്നത്. എന്നാൽ സൂറത്തുൽ നാസിലോ അവൻ്റെ തന്ത്രങ്ങൾ, അവൻ എങ്ങനെയാണ് മനുഷ്യനെ സ്വാധീനിക്കുന്നത്, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്താണ് എന്നൊക്കെ അല്ലാഹു തആല പറഞ്ഞു വെക്കുന്നത് കാണാൻ സാധിക്കും. എന്താണ് ഈ സൂറയുടെ അടിസ്ഥാന ലക്ഷ്യം എന്ന് ചോദിച്ചാൽ, അല്ലാഹു ഉണ്ട്,
എന്ന് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്നില്ലേ? അതേപോലെ പിശാച് ഉണ്ട് എന്നും വിശ്വസിക്കണം. അള്ളാഹു ഉണ്ട് എന്നത് പോസിറ്റീവായ വിശ്വാസമാണെങ്കിൽ, പിശാച് ഉണ്ട് എന്നത് അവനെക്കുറിച്ചുള്ള ജാഗ്രത മനസ്സിൽ നിലനിർത്തി അവനിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള പ്രേരണയാണ് എന്നതാണ് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്. പിശാചിൻ്റെ കാര്യത്തിൽ സത്യവിശ്വാസി നിതാന്ത ജാഗ്രതയിലായിരിക്കണം. അവൻ്റെ ഒളി സങ്കേതങ്ങളെപ്പറ്റി നന്നായി തിരിച്ചറിവുള്ളവരാകണം. വല്ല പൈശാചിക സ്വാധീനത്തിലും അകപ്പെട്ടു പോകുമ്പോൾ ഉടൻ തിരിച്ചറിഞ്ഞ് ഈ 2 സൂറകൾ മുൻനിർത്തിയിട്ട് അള്ളാഹുവോട് രക്ഷ തേടണം എന്ന് ഈ സൂറ പ്രത്യേകിച്ചും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഖുർആൻ പഠിതാക്കളാണ് നമ്മൾ. ഒരുപാട് അറിവുകൾ ആർജിച്ച് മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന സന്ദർഭമാണ്. നന്മകളുടെ മഹാപ്രവാഹമാണ് നമ്മളിപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത്. ആ വിശ്വാസ വിശുദ്ധി കളഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുവരെ എത്ര ആയത്തുകളാണ് പഠിച്ചത്? 6230 ആയത്താണ് പഠിച്ചത്. ഇന്ന് 6 ആയത്തുകൾ കൂടി പഠിക്കുകയാണ് അല്ലേ? അപ്പോൾ 6236 ആകാൻ പോവാണ്. 6230 ആയത്തുകൾ ഭദ്രമായിട്ട് മനസ്സിൽ കാത്തു സൂക്ഷിക്കാൻ, ജീവിതാന്ത്യം വരെയും അവസാന ശ്വാസം വരെയും കൂടെ കൊണ്ട് നടക്കാനുള്ള ഭദ്രമായ ഒരു ലോക്കാണ് ശരിക്കും സൂറത്തുൻ നാസ്. അങ്ങനെ മനസ്സിലാക്കണം. ഇതുവരെ പഠിച്ച സൂക്തങ്ങളെ, ആശയങ്ങളെ മനസ്സിൽ അരക്കിട്ടുറപ്പിക്കുന്ന വളരെ ഭദ്രമായ താഴിട്ട് പൂട്ടലാണ് ഈ 6 സൂക്തങ്ങളിലൂടെ സംഭവിക്കുന്നത്. സൂറത്തുൻ നാസിൻ്റെ ശ്രേഷ്ഠതകൾ സൂറത്തുൽ ഫലഖിൻ്റെ ശ്രേഷ്ഠതകൾ തന്നെയാണ് അതുല്യമായ സൂറകൾ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചു. തഅവ്വദ് ബിഹിമ, ഈ 2 സൂറകൾ മുൻനിർത്തി അള്ളാഹുവോട് സകല ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷ തേടുവിൻ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി. പ്രഭാതത്തിലും പ്രദോഷത്തിലും അൽ മുഅവ്വിദാത്ത്, ഏതൊക്കെ സൂറകളോ? അൽ മുഅവ്വിദാത്ത് എന്ന് പറയുമ്പോൾ അൽ ഇഖ്ലാസ്, അൽ ഫലഖ്, അന്നാസ്, ഈ 3 സൂറകളും ഓതുന്നവർക്ക്, പ്രഭാതത്തിലും പ്രദോഷത്തിലും പാരായണം ചെയ്യുന്നവർക്ക് എല്ലാ പ്രയാസങ്ങളും നീങ്ങിക്കിട്ടാൻ അവ മതി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്ക് തന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാൻ കിടക്കുമ്പോഴും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ സൂറകൾ ഓതിയിട്ട് കയ്യിലൂതി ശരീരം തടവാറുണ്ടായിരുന്നു. അങ്ങനെ ഓതുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സംശയം വരും അല്ലേ? ഉള്ളത് ഉള്ളതാണ്, ഇല്ലാത്തത് ഇല്ലാത്തതാണ് എന്ന് തിരിച്ചറിയണം. നമസ്കാര ശേഷം ഇവ പാരായണം ചെയ്യൽ ഏറെ ശ്രേഷ്ഠമാണ്. അതിനാൽ ഈ ഒടുവിലത്തെ സന്ദർഭത്തിൽ സൂറത്തുൻ നാസിനെ നന്നായി ആവാഹിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. സൂറത്തുൻ നാസിലേക്ക് പ്രവേശിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, പറയുക, ഞാൻ ശരണം തേടുന്നു മനുഷ്യരുടെ രക്ഷകനിൽ ശരണം തേടുന്നു. ഖുൽ, ആരോടാണ്? എന്നോടാണ്, നിങ്ങളോടാണ് അല്ലേ? ആദ്യമായിട്ട് ഇത് ഏറ്റുവാങ്ങിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ കാലഘട്ടത്തിലെ ഉത്തമ തലമുറയാണ്. ഖുൽ, നീ പറയൂ. നിങ്ങൾക്ക് പ്രത്യേകിച്ച് വല്ലതും അനുഭവപ്പെടുന്നുണ്ടോ? ഉണ്ടോ? ഇല്ലേ? എൻ്റെ പടച്ചോൻ റബ്ബുൽ ആലമീനായ തമ്പുരാൻ ഇപ്പോൾ ഇവിടെ ഈ പെരുമ്പിലാവ് അൻസാറിൽ വന്ന് എന്നോട് നേരിട്ട് സംസാരിക്കുകയാണ്. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ പ്ലീസ്. അല്ലെങ്കിൽ നമ്മളും ഖുർആനും 2 ലോകത്തായി പോകും. എൻ്റെ റബ്ബ് എന്നോട് ഇപ്പോൾ സംസാരിക്കുന്നു. ഖുൽ, നീ തന്നെ, നിന്നോടാണ് പറയുന്നത്. ഇഖ്ശഅറത് മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും, അല്ലേ? പടച്ചോനെ പേടിക്കുന്നവരുടെ തൊലിയും രോമകൂപങ്ങളും എഴുന്നു നിൽക്കുന്ന വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ടോ? എങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. ഇത്രയും നാൾ നമ്മൾ കേട്ടതും പഠിച്ചതും എന്നോടായിരുന്നുവല്ലേ? ഞാൻ കരുതിയത് ഈ
ഓൺലൈൻ സംവിധാനത്തിലെ ആരോടൊക്കെയോ ആണെന്നാണ്. അങ്ങനെയല്ല. എന്നോട്, നിന്നോട് നേരിട്ട് നമ്മുടെ റബ്ബ് ലൈവായിട്ട് സംസാരിക്കുകയാണ് എന്ന് മനസ്സിൽ കരുതൂ. എങ്കിൽ മാത്രമാണ് ഈ ഖുർആൻ വർക്കൗട്ട് ചെയ്യുകയുള്ളൂ. അല്ലെങ്കിൽ അത് നമ്മിൽ നിന്ന് എത്രയോ അകലെ നിൽക്കും. അഊദു ബില്ലാഹ്, അഊദു ബിർറഹ്മാൻ എന്നൊക്കെ ഖുർആനിലുണ്ട്. പക്ഷെ ഇവിടെ അഊദു ബി റബ്ബിൻ നാസ് എന്നാ പറഞ്ഞത്. സകല മനുഷ്യരുടെയും റബ്ബാണ് അവൻ. റബ്ബെന്ന് പറയുമ്പോൾ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്ന എന്ന് പറഞ്ഞാൽ അതൊരു പൊക്കിൾക്കൊടി ബന്ധമാണ്. അറുത്തുമാറ്റാൻ കഴിയാത്ത ഉമ്മ കുഞ്ഞിനോട് പറയും പോലെ ഞാൻ നിൻ്റെ ഉമ്മയല്ലടാ എന്ന് പറയുമ്പോൾ നിഷേധിക്കാൻ കഴിയില്ലല്ലോ. അതേ രൂപത്തിലാണ് അള്ളാഹു സംവദിക്കുന്നത്. ഞാൻ നിൻ്റെ റബ്ബാണ്, സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്നവനാണ്. അള്ളാഹുവെക്കുറിച്ച് എപ്പോഴും റബ്ബിലാണ് തുടങ്ങുക. ആദ്യ വചനം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് അല്ലേ? ആദ്യമായിട്ട് മനുഷ്യനെ വിളിച്ചപ്പോൾ യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും എന്നാ പറഞ്ഞത്. അതേ റബ്ബാണ് ഞാൻ എന്ന് പറഞ്ഞ് അല്ലാഹു തആല ആരംഭിക്കുകയാണ് എന്ന് മനസ്സിലാക്കണം. ഒന്നുകൂടി അവനിലേക്ക് ചേർന്ന് നിൽക്കൂ. രണ്ടാമതായിട്ട് മലിക്കിന്നാസ്, മനുഷ്യരുടെ രാജാവിനോട്. അഊദു ബി മലിക്കിന്നാസ്, നിന്റെ രക്ഷകനാണ്, രക്ഷിതാവാണ്, നിന്റെ പരിപാലകനാണ്, നിന്റെ ഉടമസ്ഥനുമാണ് എന്ന് പറയുന്നു. മാലിക്, മലിക്, മലീക്ക്, മാലിക്കുൽ മുൽക്ക്, ഇങ്ങനെ വ്യത്യസ്തമായ തലത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. മനുഷ്യൻ്റെ ഉടമസ്ഥൻ, രാജാവ്. മനുഷ്യൻ്റെ മാത്രമാണോ? ഈ സകല പ്രപഞ്ചങ്ങളുടെയും അധിപനായ, ഉടമസ്ഥനായ ഒരേ ഒരുവൻ, അവനിൽ രക്ഷ തേടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ പേടിക്കാനല്ലേ? ചേർന്ന് നിൽക്കൂ അള്ളാഹുവിലേക്ക്. ഇലാഹിന്നാസ്, മനുഷ്യരുടെ സത്യദൈവത്തിൽ, സാക്ഷാൽ ദൈവത്തിലേക്ക് ചേർന്ന് നിൽക്കൂ. ആരാധ്യൻ എന്ന് നമ്മൾ മലയാളത്തിൽ വേറെ വാക്കില്ലാത്തത് കൊണ്ട് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ എന്തെന്നറിയോ? കോഴിക്കുഞ്ഞുങ്ങൾ തള്ളക്കോഴിയുടെ ചിറകിനകത്തേക്ക് ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്നത് കാണുന്നില്ലേ? ഈ ലോകത്ത് എന്ത് സംഭവിച്ചാലും അത്ര സുരക്ഷിതമായ ഒരിടം ഒരു കോഴിക്കുഞ്ഞിനും ഇല്ല. ഉമ്മയുടെ മടിത്തട്ടും അങ്ങനെയാണ് അല്ലേ? അതേപോലെ സകല അഭയത്തിൻ്റെയും കേന്ദ്രം എന്ന അർത്ഥത്തിൽ അള്ളാഹു ഉൾക്കൊള്ളണം. ഇലാഹിൽ അൽ ചേരുമ്പോൾ അൽ ഇലാഹാകുന്നു. അത് അള്ളാഹ് എന്ന സാക്ഷാൽ ദൈവിക കാഴ്ചപ്പാടിലേക്ക് എത്തിച്ചേരുന്നു. നമുക്കറിയാം ഇലാഹ് ഖുർആനിൽ 2 ഉദ്ദേശത്തിൽ പ്രയോഗിക്കുന്നുണ്ട്. അതിലൊന്ന്, ഇബാദത്തിന് ഒട്ടും അർഹതയില്ലാത്ത മനുഷ്യൻ ദിവ്യത്വം ആരോപിച്ച് സങ്കല്പിച്ചുണ്ടാക്കിയ ഏതൊക്കെയോ കപട വ്യാജ ദൈവ സങ്കല്പങ്ങളാണ്. ഇലാഹ് എന്ന വാക്കിൽ അതുണ്ട്. എന്നാൽ ഇവിടെ അല്ലാഹു തആല പറയുന്ന എന്താണ്? ഇബാദത്തിന് അർഹനായ ഏകനായ സാക്ഷാൽ ദൈവം എന്ന ഉദ്ദേശത്തിലാണ് എന്ന് മനസ്സിലാക്കണം. ഇവിടെ അല്ലാഹു തആല ഒരു ക്രമം പാലിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചോ? റബ്ബ്, മലിക്, ഇലാഹ് അല്ലേ? അത് ബോധപൂർവമാണ്. റബ്ബ്, മലിക്, ഇലാഹ്, സംരക്ഷകൻ, ഉടമസ്ഥൻ, അതേപോലെ തന്നെ സമ്പൂർണമായിട്ട് സമർപ്പിക്കേണ്ട ആരാധ്യൻ. നമ്മുടെ വീട്ടിലും അങ്ങനെയല്ലേ? വീട്ടിൽ ഒരു രക്ഷിതാവുണ്ട്, അയാൾ ഗൃഹനാഥനായിരിക്കും, അയാൾ പറയുന്നതല്ലേ വീട്ടുകാർ കേൾക്കുക. ഇതേ ക്രമമാണ്. നിന്റെ സൃഷ്ടാവ് അവനാണെങ്കിൽ അവനാണ് നിന്റെ ഉടമസ്ഥൻ. അവനാണ് നിന്റെ ഉടമസ്ഥനെങ്കിൽ അവനാണ് നീ സമ്പൂർണമായിട്ട് വഴിപ്പെടേണ്ടത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല അവിടെ പഠിപ്പിക്കുന്നത്. അതിനാൽ റബ്ബും മലിക്കും ഇലാഹുമായ അള്ളാഹുവിൽ ശരണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. വീണ്ടും ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് മനുഷ്യരുടെ റബ്ബ്, മനുഷ്യരുടെ മലിക്ക്, മനുഷ്യരുടെ ഇലാഹ് എന്ന് പറഞ്ഞു? അപ്പോൾ ബാക്കിയുള്ളവരുടെ ഇലാഹ് വേറെയാണോ അല്ലേ എന്നൊരു ചോദ്യം ഉണ്ടാകാം. എന്തായിരിക്കും അങ്ങനെ പറയാൻ കാരണം? അള്ളാഹു മനുഷ്യൻ്റെ മാത്രം റബ്ബും മലിക്കും ഇലാഹു ആണോ? അതിന് ഒന്നാമത്തെ ഉത്തരം എന്തായിരിക്കും? ഈ ഖുർആൻ മനുഷ്യന് വേണ്ടി അവതരിച്ചിരിക്കുകയാണ്. ഹുദല്ലിന്നാസാണ്, മനുഷ്യരോടാണ് ഖുർആൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഒരു കാരണം. വേറൊരു കാരണമുണ്ട്. എന്തെന്നറിയോ? സ്വാതന്ത്ര്യം നൽകപ്പെട്ട സൃഷ്ടികൾ എത്രയാ? 2 ഒന്ന് മനുഷ്യനാണ്,
മറ്റത് ജിന്നാണ്, അല്ലേ? ഈ രണ്ടല്ലാത്ത ബാക്കിയൊക്കെയും പ്രകൃതിപരമായി തന്നെ അള്ളാഹുവിന് വഴിപ്പെട്ടാണ് നിലകൊള്ളുന്നത്. അതിന് പ്രകൃതി നിയമം എന്ന് നമ്മൾ പറയും. അതേപോലെ മനുഷ്യ, നീയും വഴിപ്പെടൂ. നീ നോക്ക്, സൂര്യചന്ദ്ര നക്ഷത്രാദികൾ ആരുടെ നിയമം അനുസരിച്ചാണ് നിലകൊള്ളുന്നത്? അതേ നിയമം മനുഷ്യ, അല്പം സ്വാതന്ത്ര്യം നൽകപ്പെട്ട നിനക്കും ബാധകമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്. അതിനാൽ സ്വാതന്ത്ര്യത്തെ ദുസ്വാതന്ത്ര്യമാക്കരുത് എന്നാണ്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ 3 മഹത്തരമായ ഗുണങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അവനിൽ രക്ഷ തേടാണ്. എന്തിൽ നിന്നാണ് രക്ഷ തേടേണ്ടത്? ശരിക്കും വെടിയുണ്ട പോലെ നെഞ്ചിൽ തുളച്ചു കയറേണ്ട വചനമാണ് അടുത്തത്. കുറിക്ക് കൊള്ളും വിധത്തിൽ തന്നെ നമുക്ക് വെടിവെക്കണം. നമ്മുടെ ആജീവനാന്ത ശത്രുവിനെതിരിൽ അല്ലാഹു സുബ്ഹാനഹു തആല അത് ഓർമ്മപ്പെടുത്താണ് 4-ാമത്തെ സൂക്തത്തിൽ. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. മിൻ ശർ, ഉപദ്രവത്തിൽ നിന്ന്. അൽ വസ്വാസ്, ദുർബോധകൻ്റെ ഉപദ്രവത്തിൽ നിന്ന്. അൽ ഖന്നാസ്, നിരന്തരം വന്ന് മറയുന്ന. വസ്വസ യുവസ്വിസു, ചെവിയിൽ മന്ത്രിച്ചു, കുശുകുശുത്തു, അടക്കം പറഞ്ഞു, ദുർമന്ത്രണം ചെയ്തു എന്നൊക്കെ ഈ വാക്കിന് അർത്ഥം പറയാം. വസ് വസ ശരിക്കും 2 അക്ഷരങ്ങളുടെ ആവർത്തനമാണ്, അല്ലേ? വസ് വസ. ഇതുപോലെ നമ്മൾ വേറെയും പഠിക്കുന്നുണ്ട്. സൽ സല, ദം ദമ്മ. ഈ വാക്കിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? മെല്ലെ മെല്ലെ ആവർത്തിച്ചാവർത്തിച്ച് ഒരു കാര്യം ഇങ്ങനെ നമ്മിലേക്ക് ഇരച്ചെത്തുന്ന ഒരവസ്ഥയുണ്ട്. തുടർചലനങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അങ്ങനെയല്ലേ ഇബ്ലീസ്? അങ്ങനെയാണ്. അയാൾ ഒരിക്കലും നിരാശനല്ല. പേരിൽ നിരാശൻ എന്നുണ്ടെങ്കിലും നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കും. നമ്മെ എങ്ങനെയെങ്കിലും പിടികൂടാൻ വേണ്ടിയിട്ട് നിരന്തരമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നവനാണ് അയാൾ. വസ്വാസ്, നമ്മൾ പറയും ചിലരെക്കുറിച്ച്, അയാൾക്ക് കുറച്ച് വസ്വാസാണ്. എത്ര ഒതുവെടുത്താലും പിന്നെയും തൃപ്തിയായില്ല എന്ന് തോന്നും, അല്ലേ? ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്തിരുന്നോ, വാതിൽ പൂട്ടിയിരുന്നോ, പിന്നെയും വസ്വാസ്, അല്ലേ? അതിൽ നിന്നുള്ള രക്ഷയ്ക്കും തീർച്ചയായിട്ടും ഈ സൂറ നമുക്ക് ഉപകരിക്കും. അൽ വസ്വാസ്. അൽ ഖന്നാസ്, വന്നു മറയുന്നവനാണ് ഇബ്ലീസ്. അൽ ഖന്നാസ് ഇബ്ലീസിൻ്റെ അപരനാമമാണ്. നിരന്തരം വന്നു മറയും. ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തൊക്കെ ചിന്തകളാണ് കടന്നു വരുന്നത്? അത് മനസ്സിൻ്റെ സാധ്യതയാണ്. കൂടുതൽ നല്ലതിനെ ഉൾക്കൊള്ളുവാനുള്ള അവസരമാണ്. അതേസമയം തെറ്റിലേക്കുള്ള പ്രേരണയും അതിൽ സംഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. ഇയാൾ വന്ന് ദുഷ്ചിന്തകൾ ഉണർത്തിക്കൊണ്ടേയിരിക്കും, നിരന്തരം ശ്രമിക്കും എന്നുള്ളതാണ്. അതിൽ നിന്നുള്ള രക്ഷ തേടലാണ് ഏറ്റവും പ്രധാനം. ഖുർആൻ ഉണർത്തുന്നില്ലേ? വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു. അവൻ്റെ, മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്ന സകല ആത്മഗതങ്ങളും നാം അറിയുന്നുണ്ട്. അത് പൈശാചികമാകുമ്പോൾ, തെറ്റിലേക്ക് പ്രേരണ നൽകുമ്പോൾ, ഉടനെ അള്ളാഹു നമ്മിലേക്ക് വരണം. അവനിൽ രക്ഷ തേടിക്കൊണ്ട് പൈശാചികതയിൽ നിന്ന് രക്ഷപ്പെടണം. അല്ലെങ്കിലോ നമ്മൾ അറിയാതെ അവൻ്റെ പിടിയിൽ പെട്ടുപോകും എന്നാണ് അല്ലാഹു തആല അവിടെ ഉണർത്തുന്നത്. ഇതെപ്പോൾ തുടങ്ങിയതാ? നമ്മുടെ വല്യപ്പ ആദം അലൈഹിസ്സലാമിൻ്റെ കാലത്ത്. ഖുർആൻ ആദം ഇബ്ലീസ് സംഭവം നിരന്തരം പറയുന്നത് അതിനു വേണ്ടിയാണ്, ഓർമ്മയുണ്ടാകാനാണ്. പിന്നെ കാബീൽ ഹാബീൽ സംഭവത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ നിരന്തരം ഒരുപാട് തലമുറകൾ പിന്നിട്ട് ഇന്നലെ നമ്മൾ കണ്ടു. എന്താ കണ്ടത്? ഹിസ്ബുള്ളയുടെ നേതാവ്, ഖുദ്സിൻ്റെ വിമോചകനായിട്ട് പോരാട്ട രംഗത്തുള്ള ഹസൻ നസ്റുള്ളക്കെതിരിൽ പിശാച് പ്രവർത്തിച്ച് നമ്മൾ കണ്ടില്ലേ? ഇപ്പോഴും തുടരുകയാണ്. ഈ പോരാട്ടം അന്ത്യനിമിഷം വരെയും ഈ ലോകത്ത് നിരന്തരം ഉണ്ടാകും. അവിടെ ആരാണ് പിശാചിൻ്റെ പക്ഷത്ത്, ആരാണ് അള്ളാഹുവിൻ്റെ പക്ഷത്ത് എന്ന ചോദ്യം വളരെ പ്രധാനമാണ്. ശരിക്കും നമ്മുടെ ജീവിതം ഒരു വടംവലിയാണ്. നമ്മൾ നടുവിൽ നിൽക്കുകയാണ്. വലതുവശത്ത് പടച്ചോനാണ്, ഇടതുവശത്ത് ഇബ്ലീസാണ്, അല്ലേ? നിരന്തരമായി ഈ വടംവലിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലയുകയാണ് ജീവിതം. ഓരോ സെക്കൻഡിൽ ഇത് സംഭവിക്കുകയാണ്. എത്ര നന്മ, എത്ര തിന്മ, എങ്ങോട്ടാണ് മനസ്സ് ചായുന്നത് എന്നാലോചിച്ച് നോക്കൂ. ലോകത്തിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നീതിക്കും സത്യത്തിന് വേണ്ടിയുള്ള സകല പോരാട്ടങ്ങളും അള്ളാഹുവിൻ്റെ വഴിയിലുള്ളതാണ്.
അതിനെതിരിൽ നടക്കുന്ന സകല കുതന്ത്രങ്ങളും, പല വിധത്തിലുള്ള അവസരവാദ സമീപനങ്ങളും കപടമുഖങ്ങളുമൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നില്ലേ? പലരും മിണ്ടാതിരിക്കുകയാണ്. ആലോചിച്ച് നോക്കൂ, ഒരു സമൂഹം അങ്ങനെ തന്നെ ഇല്ലായ്മ ചെയ്യപ്പെടുമ്പോൾ കണ്ണു പൂട്ടിയിട്ട് തനിച്ചിരിക്കാൻ കഴിയുന്ന അവസ്ഥ. നഊദുബില്ല. ഈ പോരാട്ടത്തിൽ ആര് ജയിക്കുന്നു, ആര് തോൽക്കുന്നു എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് എന്ന് മനസ്സിലാക്കണം. ഇബ്ലീസിൻ്റെ മുഖ്യമായ അറ്റാക്ക്, ആ അക്രമം എവിടെ നടക്കാന്നറിയോ? അള്ളാഹു വീണ്ടും ഓർമ്മപ്പെടുത്താണ്, അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്. അല്ലദീ യുവസ്വിസു, ദുർബോധനം ചെയ്യുന്നവനായ, ഫീ സുദൂരിൻ നാസ്, മനുഷ്യ ഹൃദയങ്ങളിലാണ് അയാൾ ദുർബോധനം ചെയ്യുക. സദർ നെഞ്ചകമാണ്. മദ്രസയിൽ സദർ മുഅല്ലിം ഉണ്ടാവും, അവിടുത്തെ പ്രധാന ഉസ്താദാണ്. മനുഷ്യൻ്റെ കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സദറാണ്, അല്ലേ? നെഞ്ചകമാണ്, മനസ്സാണ് ഏറ്റവും പ്രധാനം. ആ മനസ്സ് കയ്യിലെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾ പാവയെപ്പോലെ കുരങ്ങ് കളിക്കും. എന്തിനും അയാൾ സന്നദ്ധനാകും. ഇന്ന് സെപ്റ്റംബർ 29 ഈ ദിവസത്തിന് എന്താ പ്രത്യേകത? ലോക ഹൃദയ ആരോഗ്യ ദിനമാണ്. നിങ്ങൾ ഇന്ന് വായിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് നമ്മുടെ ശാരീരിക ആരോഗ്യത്തെക്കുറിച്ചാണ് മുഖ്യമായിട്ട് അവർ പറയുന്നത്. നടക്കണം, ആരോഗ്യം ശ്രദ്ധിക്കണം. പക്ഷെ നമ്മൾ ഇന്നിവിടെ ഇതേ ദിവസം ഹൃദയ ആരോഗ്യ ദിനത്തിൽ ഒരുമിച്ച് കൂടിയത് നമ്മുടെ ഹൃദയത്തെ, മനസ്സിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. അതിലേറ്റവും പ്രധാനമാണ് പൈശാചികതകളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ രക്ഷപ്പെടുത്തിയെടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ്. അത് പലതരത്തിലാണ്. വിശ്വാസപരമായിട്ട് ഷിർക്കും കുഫറും നിഫാക്കും ഇങ്ങനെ പലതും നമ്മിലേക്ക് വന്നുപെട്ടുകൊണ്ടേയിരിക്കും. പുത്തനാചാരങ്ങളും സമ്പ്രദായങ്ങളും അതിനൊക്കെ വഴിപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും. ഇബ്ലീസ് വരുന്ന ഒരു രീതിയെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. വളരെ നിഷ്കളങ്കമായ ചിന്തകൾ നമ്മുടെ മനസ്സിലിട്ട് തരും. ഉദാഹരണത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരാളിങ്ങനെ ആലോചിക്കുകയാണ്, എന്നെ ആരാ പഠിച്ചത്? അള്ളാഹു, അൽഹംദുലില്ലാ. എൻ്റെ മക്കളെ പഠിച്ചത്, ആകാശവും ഭൂമിയും പഠിച്ചത് എല്ലാം അള്ളാഹുവാണ്, അൽഹംദുലില്ലാ. അങ്ങനെ എല്ലാം കഴിഞ്ഞാൽ അവസാനം ഇബ്ലീസ് മനസ്സിൽ തോന്നിപ്പിക്കും, എങ്കിൽ പടച്ചോനെ പടച്ചതാരാണ്? കുടുങ്ങി. അവിടെ ഒരു യുക്തിവാദി ജനിക്കുകയാണ്, അല്ലേ? ഒരു ലിബറലിസ്റ്റ് ജനിക്കുകയാണ്. ഇതാണ് സംഭവിക്കുന്നത്. അവിടെയാണ് നമ്മൾ കടിഞ്ഞാണിടേണ്ടത്, അള്ളാഹുവിലേക്ക് തിരിച്ചു പോകേണ്ടത് എന്നത് വളരെ പ്രധാനമാണ്. അതിനാൽ നമ്മുടെ ഹൃദയ വിശുദ്ധി എപ്പോഴും കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ജാഗ്രതയിലായിരിക്കണം. അള്ളാഹു തആല എന്നിട്ട് ഈ ഇബ്ലീസ് ആരിലൊക്കെയുണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്താണ്. പിശാച് ആരിലൊക്കെ ഉള്ളത്? മിനൽ ജിന്നതി വന്നാസ്, മനുഷ്യരിലും ജിന്നുകളിലുമുണ്ട് എന്ന് പറയുന്നു. ജിന്നത്ത് എന്നത് ജിന്നിയ് എന്ന വാക്കിൻ്റെ ബഹുവചനമായിട്ടാണ് പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ജിന്നുകളിലുണ്ട്. ഇബ്ലീസും ഇബ്ലീസിൻ്റെ സംഘവുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനുഷ്യരിൽ തിന്മയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്ന സകല മനുഷ്യരും പിശാചിൻ്റെ ഗണത്തിൽപ്പെടുന്നു. ഒരുപക്ഷെ അത് ബന്ധുമിത്രാദികൾ പോലുമാകാം, കൂട്ടുകാരാകാം, അതേപോലെ തന്നെ നേതാക്കന്മാരാകാം, അത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന സംഘങ്ങളാകാം മനുഷ്യ പിശാചുക്കളായിട്ട് മാറുന്നത് എന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കണം. മിനൽ ജിന്നത്തി വന്നാസ്, അല്ലാഹു സുബ്ഹാനഹു തആല വ്യക്തമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഇമാം റാസി റഹിമഹുല്ലാ രസകരം എന്ന രൂപത്തിലൊരു കാര്യം ഉണർത്തുന്നുണ്ട്. സൂറത്തുൽ ഫലഖിൽ 3 വിപത്തുകളിൽ നിന്ന് രക്ഷ തേടാൻ റബ്ബുൽ ഫലഖിനോടാണ് രക്ഷ തേടുന്നത്. അതേ സമയത്ത് സൂറത്തുൻ നാസിൽ ഒരേ ഒരു പിശാചിൽ നിന്ന് രക്ഷ തേടാൻ റബ്ബിന്നാസ്, മലിക്കിന്നാസ്, ഇലാഹിന്നാസ്, അള്ളാഹുവിൻ്റെ 3 ഗുണങ്ങൾ മുൻനിർത്തിയാണ് രക്ഷ തേടുന്നത്. കാരണം മുഖ്യ ശത്രു അവനാണ്, അവനെതിരിൽ ശക്തമായി നിലകൊള്ളണം എന്നാണ് അള്ളാഹു തആല ഓർമ്മപ്പെടുത്തുന്നത്. അതിനാൽ മനസ്സുകൾ ഭദ്രമാക്കുക. ഈ താഴ് നിങ്ങളെ ഏൽപ്പിക്കാണ്. ഭദ്രമായിട്ട് താക്കോലിട്ട് പൂട്ടിയിട്ട് അത് ഹൃദയത്തിൻ്റെ അകത്ത് കാത്തു സൂക്ഷിക്കുക, കൈവിട്ടു പോകാതെ. നേരത്തെ അമീർ സൂചിപ്പിച്ച പോലെ നമ്മളെല്ലാവരും ചോദ്യം ചെയ്യപ്പെടും. അലഹൽ ബല്ലഗതുക്കും എന്ന് അന്ന് അവിടുന്ന് ചോദിച്ച പോലെ എത്തിച്ചു തന്നില്ലേ? എത്തിച്ചു തന്നു, സ്വീകരിച്ചു.
ഇതാ പടച്ചവനെ, ഞങ്ങൾ സാക്ഷികളായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു എന്ന നിലയ്ക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ സാക്ഷികളാകാൻ സാധിക്കുക എന്നതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. 3 വർഷവും 8 മാസവും 44 മാസങ്ങൾ അഥവാ 1130 പ്രഭാതങ്ങൾ ഇന്നത്തേതോടു കൂടിയിട്ട് പൂർത്തിയാവുകയാണ്. നാം കേട്ടുകൊണ്ടേയിരുന്ന ആയാത്ത് ദർസെ ഖുർആൻ ക്ലാസ്സുകളിൽ പെയ്തിറങ്ങിയ ശബ്ദരൂപത്തിലുള്ള വ്യാഖ്യാനം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇവിടെ പൂർണ്ണമാവുകയാണ്. അത് ഒരു വാക്കിൽ തുടങ്ങിയതാണ്. 1ാമത്തെ ക്ലാസ് അൽഹംദുലില്ലയിലാണ്. അതേ അൽഹംദുലില്ല ഉച്ചരിച്ചുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. പിന്നെ അത് ആയിരങ്ങളായി ലക്ഷങ്ങളായ വാക്കുകളിലൂടെ സഞ്ചരിച്ച് വീണ്ടും അവസാനത്തിലേക്ക് ആ ഒറ്റ വാക്കിലേക്ക് തിരിച്ചെത്താണ്. ഒരു കുഞ്ഞ് പിച്ച വെച്ച് മുന്നോട്ട് പോകും പോലെ. ഒടുവിലത്തെ ഈ ക്ലാസ് ഏൽപ്പിക്കപ്പെടുമ്പോൾ വല്ലാത്ത ബേജാറായിരുന്നു. പടച്ചവനെ, ഈ ക്ലാസ്സിന് വേണ്ടിയിട്ട് എൻ്റെ ഹൃദയമിടിപ്പിനെ, എൻ്റെ ശ്വാസോച്ഛ്വാസത്തെ, എൻ്റെ കാലടികളെ നീ നിലനിർത്തി തരണമേ എന്നുള്ള പ്രാർത്ഥനയിലായിരുന്നു. അൽഹംദുലില്ലാ 3 ഉസ്താദുമാർക്കും 4 പിന്നണി പ്രവർത്തകർക്കും ആയിരക്കണക്കായ ഈ മഹത്തായ സംരംഭത്തെ നെഞ്ചേറ്റിയ ആയിരക്കണക്കായ 10,000-കണക്കായ പഠിതാക്കൾക്കും വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ അൽഹംദുലില്ലാ വശുക്റുലില്ലാ എന്ന് ഈ സന്ദർഭത്തിൽ ശുക്ർ ഉയർത്തുകയാണ്. പടച്ചവനെ സ്വീകരിക്കണേ നാഥ. പടച്ചവനെ, നിൻ്റെ കലാമിൻ്റെ യഥാർത്ഥ സാക്ഷികളിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ റബ്ബേ. ഈ മഹത്തായ കലാമിൻ്റെ സന്ദേശവാഹകരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റബ്ബേ. സകല പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു രക്ഷിക്കണേ നാഥ. ഒരുപാട് സഹോദരങ്ങൾ നിരന്തരം പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസിയത്ത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ വന്ന് ഇങ്ങോട്ട് കയറുമ്പോഴും കെട്ടിപ്പിടിച്ചിട്ട് ദുആ ചെയ്യണം കേട്ടോ എന്ന് പറയാണ്. 2 ഇമാമുമാർ രോഗികളാണ്. ഒരാൾ സ്ട്രോക്ക് വന്നു, മറ്റൊരാൾ ക്യാൻസറിലാണ്. ഇങ്ങനെ ഒരുപാട് പ്രാർത്ഥനയ്ക്കുള്ള അറിയിപ്പുകൾ ലഭിച്ചിട്ടുണ്ട്. അള്ളാഹുവേ, ഈ മഹനീയമായ സദസ്സ്, ഈ സദസ്സിൽ വെച്ച് നിൻ്റെ മുമ്പിൽ ഞങ്ങൾ കേഴുകയാണ് റബ്ബേ. ഞങ്ങളുടെ എല്ലാ സദുദ്ദേശങ്ങളും സഫലീകരിക്കണേ റബ്ബേ. പടച്ചവനെ, എല്ലാ പരീക്ഷണങ്ങളെയും ഉൾക്കൊണ്ട് മുന്നേറുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ നാഥ. പടച്ചവനെ, ഈ ക്ലാസ് അവസാനിക്കുന്ന വേളയിൽ ദുനിയാവിൽ ഞങ്ങൾക്കൊരേ ഒരു ആഗ്രഹമുണ്ട്, എല്ലാവരുടെയും മനസ്സിലുള്ളൊരാഗ്രഹം. പടച്ചവനെ, ആ ഖുദ്സിൻ്റെ വിമോചനം ഞങ്ങളുടെ ഈ ആയുഷ്കാലത്ത് കൺകുളിർക്ക് കാണുവാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. എന്താ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ലോകം നോക്കി നിൽക്കെ പടച്ചവനെ, നിരന്തരമായ ബോംബ് വർഷങ്ങളാണല്ലോ റബ്ബേ. ഇടപെടണം പടച്ചവനെ. ഞങ്ങൾ നിന്റെ കലാമ് മുൻനിർത്തിയാ പറയുന്നത്. നീയല്ലേ വാക്ക് തന്നത്? ഞാൻ നിങ്ങളെ കാത്തോളാമെന്ന് നീ വാക്ക് തന്നതല്ലേ പടച്ചവനെ. ഈ മഹത്തായ സദസ്സിൻ്റെ ഹൈറ് കൊണ്ട്, ബർക്കത്ത് കൊണ്ട് പടച്ചവനെ, മഹത്തായ ആ ലക്ഷ്യം സാക്ഷാത്കരിച്ചു തരണേ റബ്ബേ. തിന്മയുടെ, പൈശാചികതയുടെ സകല ശക്തികളെയും തോൽപ്പിക്കണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങൾക്ക് മറ്റൊരാഗ്രഹമുള്ളത്, നാളെ നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇതിലേറെ സന്തോഷത്തിൽ ഒരുമിച്ച് കൂടണം എന്നത് മാത്രമാണ്. ഒരുപാട് ഉമ്മമാർ, വാപ്പമാർ വീടുകളിലുണ്ട്, ഓൺലൈനിൽ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവും. പലരും ഈ ക്ലാസ്സിനിടയിൽ ആശുപത്രി കിടക്കയിൽ വീടുകളിൽ ഇരുന്നു കൊണ്ട് നിന്നിലേക്ക് യാത്രയായിട്ടുണ്ട് റബ്ബേ. അവരവസാനമായി കേട്ട വാക്ക് ഖുർആനിൻ്റെ കലിമത്ത് എന്തായിരിക്കും റബ്ബേ? എല്ലാം ഞങ്ങൾക്ക് നീ അനുകൂല സാക്ഷ്യമായിട്ട് സ്വീകരിക്കണേ നാഥ. ഒടുവിൽ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഒരു സഹോദരൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഈ സന്ദേശം ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും നമുക്ക് എത്തിക്കേണ്ടതുണ്ട്. അതിനാവശ്യമായ സാമ്പത്തികമായ എല്ലാ പിന്തുണയും ഞാൻ നൽകും. അതിനെനിക്കൊരിടപാട് നടന്നു കിട്ടണം. അദ്ദേഹം കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞതാണ്. പടച്ചവനെ, അതുപോലെ ഖുർആനിനെ നെഞ്ചേറ്റിയ ഒരുപാട് സഹോദരങ്ങൾ നമ്മുടെ കൂടെയുണ്ട് റബ്ബേ. ഈ കലാം എന്നും നിലനിൽക്കുന്നതാണല്ലോ. നീയല്ലേ വാക്ക് തന്നത്, വ ഇന്നാ ലഹു ലഹാഫിളൂൻ. റബ്ബേ, അതിന് ഞങ്ങളിതാ സന്നദ്ധരായിരിക്കുന്നു. പടച്ചവനെ, വല്ലാതെ ഇരുളടഞ്ഞു പോകുന്ന ഈ കാലത്ത് ഈ മഹാവെളിച്ചത്തെ പ്രസരിപ്പിക്കുവാൻ തൗഫീഖ് നൽകണേ നാഥ. اللهم لك الحمد ولك الشكر ولك المنة ولك الفضل. اللهم اجعل القرآن العظيم ربيع قلوبنا ونور صدورنا وجلاء حزننا
وذهاب همنا وغمنا يا رب العالمين. اللهم زين قلوبنا بالقرآن ونور أخلاقنا بالقرآن. اللهم اجعل القرآن حجة لنا لا حجة علينا، وارزقنا تلاوته آناء الليل وأطراف النهار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تؤاخذنا إن نسينا أو أخطأنا. ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا. ربنا ولا تحملنا ما لا طاقة لنا به. واعف عنا واغفر لنا وارحمنا، أنت مولانا فانصرنا على القوم الكافرين. وصلى الله على محمد وعلى آله وصحبه أجمعين، والحمد لله رب العالمين. السلام عليكم ورحمة الله.